നമസ്കാരം, എല്ലാവർക്കും രുചിമഴത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു പ്രോൺസ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് ഇവിടെ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് 4 മണിക്കൊക്കെ കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ അത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ചെമ്മീൻ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യുന്ന പോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്കിതിനെ വറുത്തെടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാനിതിനെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതിനെ ക്രഷ് ചെയ്തെടുക്കണം. ജസ്റ്റ് തരിയായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം, ഞാനത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് മൈദ വേണം. അതായത് ഓൾ പർപ്പസ് ഫ്ലോർ 250 ml ഒരു കപ്പിൽ ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അര കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഞാൻ. 2 പച്ചമുളക്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു വലിയ സവാള നന്നായിട്ട് കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ട്. മല്ലിയില ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് അതിന് പകരമായിട്ട് വേണമെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മളൊരു ബൗളിലേക്ക് ഒരു വലിയ സവാള നന്നായിട്ട് കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതാക്കി വട്ടനെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് അതിൻ്റെ അളവ് മാറ്റാം. ഇനി നമ്മളിതിലേക്ക് മല്ലിയില ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ജസ്റ്റ് ചെറുതാക്കി മുറിച്ചിട്ട് ഇടുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാലയുടെ അളവൊന്നും ഒരുപാട് കൂടുതൽ ഇടരുത് കേട്ടോ, അപ്പോൾ അതിൻ്റെ ഒരു കുത്തുണ്ടാവും മസാലയുടെ. ഓക്കെ, ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. അതായത് 250 ml കപ്പിൽ 1 കപ്പ്. അത് നിങ്ങൾ ഗ്ലാസ്സിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസിൻ്റെ അളവിൽ എടുത്താൽ മതി. ഇനി ഒരു അര കപ്പ് കടലമാവ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഏത് പാത്രത്തിലാണോ മൈദ എടുത്ത് അതിൻ്റെ ഹാഫ് പോർഷൻ കടലമാവ് എടുക്കാം. ഇനി നമ്മൾ നേരത്തെ മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനാണ്. ചെമ്മീൻ റോസ്റ്റ് ചെയ്തത് മീൻസ് നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതാണ്. അതിനെ ജസ്റ്റ് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തത് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പ്രോൺസിന് പകരം നമുക്കിതിൽ ചിക്കനും ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതേപോലെ ക്രഷ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ബീഫ് ആണെങ്കിലും നിങ്ങൾക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാലയൊക്കെ പരട്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാം നന്നായിട്ട് ഒരേപോലെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത്. ജസ്റ്റ് നമുക്കൊരു തിക്ക് പേസ്റ്റാണ് കിട്ടേണ്ടത്. അപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു തിക്കായിട്ട് കിട്ടണം നമുക്ക്. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമുക്കിത് ഫ്രൈ ചെയ്യുമ്പോൾ ശരിക്കും അത് കിട്ടില്ല, ടേസ്റ്റും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ള പേസ്റ്റ് ആവുന്ന വരെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല കട്ടിയിലുള്ള മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള പ്രോൺ സ്നാക്സ് തയ്യാറാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം.
ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ചൂടാവുന്നേക്കാൾ മുമ്പ് തന്നെ മാവൊക്കെ അതിലേക്ക് എന്ത് സാധനം നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിലും ഓയിൽ നന്നായി ചൂടാവുന്നേക്കാൾ മുമ്പ് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് അത് എണ്ണ വലിച്ചെടുക്കും. മാത്രമല്ല അതിന് ആ ടേസ്റ്റും ഉണ്ടാവില്ല, ഭയങ്കര ഓയിലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ മാക്സിമം എന്ത് സാധനം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ആണെങ്കിൽ കൂടെ ഓയിൽ നന്നായിട്ട് ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മാവ് ഓരോ സ്പൂണായിട്ട് ഇട്ട് കൊടുക്കാം. കണ്ടു, ഇതേപോലെ ഓരോ സ്പൂൺ വെച്ചിട്ട് നമുക്കിതേപോലെ ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഗ്യാസ് ഫ്ലെയിം ഒരുപാട് ഹൈ ഒന്നും വെച്ച് കൊടുക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സംഭവം ഇത് വേഗം ആയൊക്കെ കിട്ടും, പക്ഷെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. മാത്രമല്ല നമ്മൾ ഉണ്ടാക്കിയ സ്നാക്കായാലും എന്താണെങ്കിലും നമ്മൾ ഉണ്ടാക്കിയ സാധനത്തിന് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല നമ്മൾ ഫുൾ ഫ്ലെയിമിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ. മാത്രമല്ല എന്ത് സാധനം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുന്നതിന് അതിൻ്റേതായൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഭാഗം ഇതേപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ക്രിസ്പി ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട്, ഒരു പ്ലേറ്റിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്കാണ് ഞാനിപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത്. കാരണം അതിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഓയിൽ നിന്ന് എടുക്കുമ്പോൾ അതിന്മേൽ എന്തായാലും ഓയിലുണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ട്, എന്നിട്ട് അതൊന്ന് അതിൽ ഓയിൽസ് ഒക്കെ പോയതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് അതിനെ മാറ്റാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള മാവും കൂടെ ഇതേപോലെ ഒന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല ക്രിസ്പി ആയിട്ടുള്ള പ്രോൺസ് വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യും കൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ദിവസം പുതിയൊരു വിഭവമായിട്ട് കാണാം. ടിൽ ദെൻ, ബൈ.